പ്ലസ് ടു അക്കൗണ്ടൻസിയിൽ ഒരുപാട് കുട്ടികൾ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, സാർ റിയലൈസേഷൻ ജേണൽ എൻട്രീസ് എങ്ങനെയാണ് എഴുതാം, ഏതൊക്കെയാണ് റിയലൈസേഷൻ ജേണൽ എൻട്രീസ് പ്രധാനമായിട്ട് പഠിക്കേണ്ടത്, സോ എന്തെങ്കിലും ഒരു ടെക്നിക്ക് പറഞ്ഞുതരോ. ഇത്തരത്തിലുള്ള ഒരുപാട് മെസ്സേജുകൾ നമുക്ക് എപ്പോഴും ലൈവ് എടുക്കുന്ന സമയത്ത് കുട്ടികൾ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. സോ ആ ഒരു ചോദ്യത്തിൻ്റെ മറുപടിയുമായാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഹായ് ഓൾ, എൻ്റെ പേര് ബഹാവുദ്ദീൻ. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സോ നമുക്ക് എന്ത് ചെയ്യാം, നൈസായിട്ട് എങ്ങനെയാണ് റിയലൈസേഷൻ ജേണൽ എൻട്രീസ് എഴുതാം എന്നൊരു ചോദ്യത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഈ ക്വസ്റ്റിനെ നോക്കിക്കേ. Some journal entries concerned with the dissolution of a firm are given below. Complete the journal entries. ഓക്കെ അല്ലേ? ഡിസൊല്യൂഷനുമായി ബന്ധപ്പെട്ട കുറച്ച് എന്ത് കൊടുത്തിട്ടുണ്ട്, ജേണൽ എൻട്രീസ് കൊടുത്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ അസറ്റ് സോൾഡ്, ശ്രദ്ധിച്ച് കേട്ടോ, അസറ്റ് വിറ്റു എന്നാണ് ഇവിടെ പറഞ്ഞത്. സിംപ്ലി ആലോചിച്ച് നോക്കടാ മക്കളെ, നൈസാക്കി ഒന്ന് ആലോചിച്ച് നോക്കടാ. അസറ്റ് വിറ്റു എന്താ സംഭവിക്കുക, നമുക്ക് ക്യാഷ് കിട്ടും. പറഞ്ഞ കാര്യം നമുക്ക് എന്ത് കിട്ടും, ക്യാഷ് കിട്ടും. ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ, റിയലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരുവിധ എല്ലാ ചോദ്യത്തിലും റിയലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് അവിടെ എപ്പോഴും മെൻഷൻ ചെയ്തിരിക്കണം. എല്ലാത്തിലും എഴുതണം എന്നല്ല ഞാൻ പറയുന്നത്. ഒരുവിധം എല്ലാ ജേണൽ എൻട്രീസിലും എന്ത് ചെയ്തിരിക്കണം, റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്ന എൻട്രി ഉണ്ടാകും. നിങ്ങൾക്ക് പൊതുവേ ചോദിക്കും, പ്രീവിയസ് ഇയർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും റിയലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിൽ എന്തുണ്ടാവാറുണ്ട്, റിയലൈസേഷൻ എന്ന് പറഞ്ഞ അക്കൗണ്ട് നമ്മൾ മെൻഷൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവാറുണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഇവിടെ നോക്കി നമ്മൾ അസറ്റ് വിറ്റു, ക്ലിയർ, എന്ത് വിറ്റു, അസറ്റ് വിറ്റു. അപ്പം അസറ്റ് വിറ്റാൽ എന്താ സംഭവിക്കുക, നമുക്ക് എന്ത് കിട്ടും, ക്യാഷ് കിട്ടും. ആം ഐ റൈറ്റ്? എന്ത് കിട്ടും, ക്യാഷ് കിട്ടും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ക്യാഷിന് തന്നെ ഡെബിറ്റ് ചെയ്യണം. കാരണം എന്തുകൊണ്ടാണ്, നമുക്ക് ക്യാഷ് കിട്ടും. സോ ബിസിനസ്സിൽ എന്ത് കൂടി, ക്യാഷ് കൂടി. സോ ക്യാഷ് കൂടുമ്പോൾ ക്യാഷിന് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഇതെല്ലാവർക്കും അറിയാലോ. സോ ദ എൻട്രി വിൽ ബി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിയലൈസേഷൻ. ഇതായിരിക്കും എൻട്രി വരിക. എങ്ങനെ എൻട്രി വരാം, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിയലൈസേഷൻ ആണ് എന്ത് മക്കളെ, എൻട്രി വരിക. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാനുള്ള റീസൺ എന്താ, ക്യാഷ് അതായത് മെഷീനറി വിറ്റാൽ നമ്മൾ എങ്ങോട്ടാണ് റെക്കോർഡ് ചെയ്യല്, റിയലൈസേഷൻ അക്കൗണ്ടിലേക്കാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അതുകൊണ്ടാണ് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞ എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തത് പാർട്ട്നേഴ്സ് ലോൺ പെയ്ഡ്. എങ്ങനെ, പാർട്ട്നേഴ്സിന് ലോൺ നമ്മൾ കൊടുത്തു. ശ്രദ്ധിച്ച് കേട്ടോ, പാർട്ട്നേഴ്സിന് ലോൺ നമ്മൾ കൊടുത്തു. ഒന്ന് സിംപ്ലി ആലോചിച്ച് നോക്കിയേ, പാർട്ട്നേഴ്സിന് ലോൺ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ എന്ത് വേണം, റിയലൈസേഷൻ വേണം. അതിനാണ് ഈ ക്വസ്റ്റ്യൻ കൊടുത്തത്. അതായത് എല്ലാ സിറ്റുവേഷൻസും റിയലൈസേഷൻ എന്ത് ചെയ്യാൻ നിൽക്കരുത്, കുത്തിക്കയറ്റി ചെയ്താൽ നിൽക്കരുത്. ക്ലിയർ അല്ലേ? ചില സിറ്റുവേഷൻസിൽ മാത്രം. അതായത് ശ്രദ്ധിക്കാം, നമുക്ക് എല്ലാവർക്കും അറിയാം, പാർട്ട്നേഴ്സ് ലോണ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യും ഇല്ല. നമ്മൾ ഡയറക്റ്റ്ലി എങ്ങോട്ടാണ് റെക്കോർഡ് ചെയ്യല്, ക്യാഷ് അക്കൗണ്ട് ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കാണ് എന്ത് റെക്കോർഡ് ചെയ്യുക, പാർട്ട്നേഴ്സ് ലോൺ റെക്കോർഡ് ചെയ്യുക. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അപ്പം പാർട്ട്നേഴ്സ് ലോൺ നമ്മൾ കൊടുത്തു തീർക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, സിംപ്ലി ആലോചിച്ച് നോക്കെ, പാർട്ട്ണറെ ലോൺ കൊടുത്തു, എന്ത് ചെയ്യും, ബിസിനസ്സിലെ ലയബിലിറ്റി കുറയും. എന്ത് കുറയും, ബിസിനസ്സിലെ ലയബിലിറ്റി കുറയും. സോ ബിസിനസ്സിലെ ലയബിലിറ്റി കുറയുകയാണെങ്കിൽ എന്തായിരിക്കും ജേണൽ എൻട്രി ഉണ്ടാവുക, ലയബിലിറ്റി കുറഞ്ഞാൽ ലയബിലിറ്റിയെ ഡെബിറ്റ് ചെയ്യണം അല്ലേ? സോ ഇവിടെ ജേണൽ എൻട്രി എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ഡെപ്റ്റർ, പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ആയിരിക്കും എന്ത് വരാം, എൻട്രി വരാം. ഇത് പറഞ്ഞ കാര്യം ക്ലിയർ ആണോ, സെറ്റ് അല്ലേ? ഇനി മൂന്നാമത്തത്, ലയബിലിറ്റീസ് ആർ ടേക്കൺ ഓവർ ബൈ എ പാർട്ട്ണർ. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, അസറ്റും ലയബിലിറ്റീസും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക, റിയലൈസേഷൻ അക്കൗണ്ടാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓർമ്മയുണ്ട് റിയലൈസേഷൻ്റെ എന്തിനും ഫസ്റ്റ് സ്റ്റെപ്പ്, ബാലൻസ് ഷീറ്റിൽ കൊടുത്ത എല്ലാ ഐറ്റം നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, റിയലൈസേഷൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ, ഈ റെക്കോർഡ് ചെയ്ത ലയബിലിറ്റീസിനെ വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വീണ്ടും റെക്കോർഡ് ചെയ്യും. ഇതായിരുന്നു റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ രണ്ട് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അല്ലേ? ഇവിടെ പറഞ്ഞത് എന്താ, ലയബിലിറ്റീസ് ആർ ടേക്കൺ ഓവർ ബൈ എ പാർട്ട്ണർ. പാർട്ട്ണർ എന്തെടുത്തുകൊണ്ട് പോയി, ലയബിലിറ്റി എടുത്തുകൊണ്ട് പോയി. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ സിമ്പിളാക്കി, എൻ്റെ പൊന്നു മക്കളെ, കർലിൻ്റെ കഷ്ണങ്ങളെ സിമ്പിളാക്കി ആലോചിച്ച് നോക്കടാ. ഒരു പാർട്ട്ണർ എന്തെടുത്തുകൊണ്ട് പോയി, നമ്മുടെ ലയബിലിറ്റി ടേക്കൺ ഓവർ ചെയ്തു. ക്ലിയർ അല്ലേ? അതായത് ലയബിലിറ്റി കൊടുത്തു തീർക്കാം എന്ന് ആര് പറഞ്ഞു, ആ ലയബിലിറ്റി ഞാൻ കൊടുത്തോളാം എന്ന് ആര് പറഞ്ഞു, പാർട്ട്ണർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ദ എൻട്രി വിൽ ബി റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആയിരിക്കും. എങ്ങനെ, റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആയിരിക്കും എന്ത് വരെ ജേണൽ എൻട്രി വരും. കാരണം എന്താണെന്ന് അറിയാമോ, അതായത് ഇനി നമ്മൾ വേണം, അതായത് ബിസിനസ് വേണം പാർട്ട്ണർക്ക് എന്ത് കൊടുക്കാൻ, പൈസ കൊടുക്കാൻ. അതായത് വിചാരിക്കാം, സപ്പോസ് വിചാരിക്കാം, അദ്ദേഹം എന്ത് ചെയ്തു, 7,000 റുപ്പീസിന് ക്രെഡിറ്റേഴ്സ് കൊടുക്കാം എന്നാണ് ഏറ്റെടുത്തത്. ഇമാജിൻ 7,000 റുപ്പീസിന് ക്രെഡിറ്റേഴ്സ് കൊടുക്കാം എന്നാണ് ആര് ഏറ്റെടുത്തിട്ടുള്ളത്, ഒരു പാർട്ട്ണർ ഏറ്റെടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അയാൾ സ്വന്തം പൈസ എടുത്തിട്ടല്ലേ കൊടുക്കുക. നമ്മളെ ബിസിനസ് എന്ത് ചെയ്യണം, ഈ 7,000 റുപ്പീസ് ബിസിനസ് ആർക്ക് കൊടുക്കണം, പാർട്ട്ണർക്ക് കൊടുക്കണം. ഇത് മനസ്സിലായോ? സോ ബിസിനസ് പാർട്ട്ണർക്ക് ഇനി പണം കൊടുക്കണം. ക്ലിയർ അല്ലേ? ഇങ്ങനെ പണം കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻക്രീസ് ചെയ്യും. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തിരിക്കണം, അതിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കണം. ഇത് ഓക്കെ ആണല്ലോ? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി
രണ്ടാമത്തത് അടുത്തത് ഓക്കെ ഡിസ്ക്രിപ്ഷൻ ജേണൽ എൻട്രി എന്താണ് ഹിൻഡ് എന്താണ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ടു റിയലൈസേഷൻ അക്കൗണ്ട് എന്താ ജേണൽ എൻട്രി ആസ് റിയലൈസേഷൻ അക്കൗണ്ട് അപ് ടു അസറ്റ് എന്തുകൊണ്ടാണ് അസറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിന് മറ്റൊരു വേർഡ് കൂടെ പറയാറുണ്ട് ക്ലോസിംഗ് എന്നും കൂടി പറയാൻ അസറ്റിനെ ക്ലോസ് ചെയ്യലാണ് അല്ലേ അപ്പം അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം ക്ലോസ് ചെയ്യുമ്പോൾ അസറ്റിന് വാല്യൂ കുറയും സോ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ അടുത്തത് സെയിൽ ഓഫ് അസറ്റ് വിറ്റു അസറ്റ് വിൽക്കുമ്പോൾ എന്താ ജേണൽ എൻട്രി ഉണ്ടാവുക സിംപ്ലി ആലോചിച്ച് നോക്കിയേ അസറ്റ് വിറ്റു എന്താ ജേണൽ എൻട്രി അസറ്റ് വിറ്റാൽ നമുക്ക് എന്ത് കിട്ടും പൈസ കിട്ടും അല്ലേ സോ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യും സോ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിയലൈസേഷൻ കാരണം എന്താ അസറ്റ് വിറ്റാൽ എവിടെ റെക്കോർഡ് ചെയ്യുക റിയലൈസേഷൻ അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുക സോ ദ എൻട്രി വിൽ ബി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു റിയലൈസേഷൻ നെക്സ്റ്റ് അടുത്തത് എന്താണ് എൻട്രി എന്താണ് ലയബിലിറ്റീസ് അക്കൗണ്ട് അപ് ടു റിയലൈസേഷൻ ഒന്ന് ആലോചിച്ച് നോക്കേ ലയബിലിറ്റി പെയ്ഡ് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ലയബിലിറ്റി എന്ന് പറഞ്ഞ് വരില്ല പകരം എന്ത് പറഞ്ഞാണ് വരാം ക്യാഷ് ലയബിലിറ്റി പെയ്ഡ് ഓഫ് ചെയ്യാൻ എൻട്രി വരുത്തി ക്യാഷ് എന്ന് പറഞ്ഞേക്കും എൻട്രി വരാം അതിനർത്ഥം ക്യാഷ് അക്കൗണ്ട് റിയലൈസേഷൻ അല്ല എൻട്രി ഇത് മനസ്സിലായോ ലയബിലിറ്റി പെയ്ഡ് ഓഫ് ചെയ്യാൻ എൻട്രി എന്താ വെച്ചിട്ടാണെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് അപ് ടു ക്യാഷ് ആണ് എൻട്രി വരാം എങ്ങനെ ലയബിലിറ്റി കൊടുത്ത് തീർക്കുകയാണെങ്കിൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് അപ് ടു ക്യാഷാണ് പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ എന്നാൽ നേരെ മറിച്ച് ഇവിടെ വന്ന് എൻട്രി നോക്കി നിങ്ങൾ ലയബിലിറ്റീസ് അക്കൗണ്ട് അപ് ടു റിയലൈസേഷനാണ് അതിനർത്ഥം എന്താ ലയബിലിറ്റിയെ റിയലൈസേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നാണ് കാരണം ലയബിലിറ്റിൻ്റെ വാല്യൂ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ലയബിലിറ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്യും കുറയും ലയബിലിറ്റിൻ്റെ വാല്യൂ കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം ഡെബിറ്റ് ഇത് +1 പഠിച്ച റൂളാണ് ക്ലിയർ അല്ലേ റൂൾസ് ഫോർ ഡെബിറ്റിന് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം ഈ റൂളൊക്കെ +1 പഠിച്ച റൂളാണ് ഓക്കെ സോ ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തിരിക്കണം ഡെബിറ്റ് ചെയ്തിരിക്കണം ആരെ ഡെബിറ്റ് ചെയ്തിരിക്കണം ലയബിലിറ്റിയെ ഡെബിറ്റ് ചെയ്യണം അല്ലേ സോ ലയബിലിറ്റീസ് അക്കൗണ്ട് അപ് ടു റിയലൈസേഷൻ അക്കൗണ്ട് സോ ഇവിടെ നരേഷൻ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ വരെ എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ലയബിലിറ്റീസ് ടു റിയലൈസേഷൻ അക്കൗണ്ട് ഇതാണ് എൻട്രി വരെ പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ ലാസ്റ്റ് ആൻഡ് ഫൈനലി ഓക്കെ അവസാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം എന്താണ് ഓക്കെ രോഹിത് എ പാർട്ട്ണർ ടുക്ക് ഓവർ ദ സ്റ്റോക്ക് വർത്ത് ₹7,500 രോഹിത് എന്ത് ചെയ്തു നമ്മൾ പാർട്ട്ണറാണ് അദ്ദേഹം എന്തെടുത്തോണ്ട് പോയി സ്റ്റോക്ക് എടുത്തുകൊണ്ട് പോയി എടാ സ്റ്റോക്ക് അയാൾ എടുത്തുകൊണ്ട് പോയിക്ക് നമ്മൾ എന്ത് ചെയ്യണം ആ പണം അയാളുടെ നിന്ന് കരസ്ഥമാക്കണം അല്ലെങ്കിൽ പാർട്ട്ണർ അക്കൗണ്ട് നമ്മൾ വാങ്ങണം ക്ലിയർ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കേ രോഹിത്തിൻ്റെ അക്കൗണ്ടിന് ആ സ്റ്റോക്കിൻ്റെ പൈസ വാങ്ങണമെങ്കിൽ രോഹിത്തിൻ്റെ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യണം ഡെബിറ്റ് ചെയ്യും സോ ദ എൻട്രി വിൽ ബി രോഹിത് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിയലൈസേഷൻ എങ്ങനെ രോഹിത് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിയലൈസേഷൻ ഇത് മനസ്സിലായോ എന്തുകൊണ്ടാണ് രോഹിത് അക്കൗണ്ട് ടു റിയലൈസേഷൻ വരാനുള്ള റീസൺ മനസ്സിലായോ ഒന്ന് ആലോചിച്ച് നോക്കി ഞാനാണ് രോഹിത് ഞാൻ എന്ത് ചെയ്തു ഫർണിച്ചർ എടുത്തുകൊണ്ട് പോയി സിമ്പിൾ ആലോചിക്കുക ഞാൻ ഫർണിച്ചർ എടുത്തുകൊണ്ട് പോയി പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ ഓക്കെ വിചാരിക്കാം ഫർണിച്ചർ ഞാൻ എടുത്തുകൊണ്ട് പോയി പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ ഫർണിച്ചറിൻ്റെ പൈസ ഞാൻ ഇനി ബിസിനസ്സിലേക്ക് കൊടുക്കണം പറഞ്ഞ കാര്യം ക്ലിയർ അപ്പോൾ ബിസിനസ് എന്ത് ചെയ്യും എൻ്റെ അക്കൗണ്ടിൽ നിന്നും ആ ഫർണിച്ചറിൻ്റെ പൈസ എടുക്കും എങ്ങനെ എൻ്റെ അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യും നമുക്ക് എല്ലാവർക്കും അറിയാം ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻക്രീസ് ആവുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം ഡിക്രീസ് ആവുമ്പോൾ ഡെബിറ്റ് ചെയ്യണം ഒന്ന് ആലോചിച്ച് നോക്കി ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇപ്പോൾ പൈസ എടുക്കും അപ്പോൾ എൻ്റെ അക്കൗണ്ട് എന്ത് ചെയ്യണം പണം കുറയും പൈസ കുറയുമ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ടിന് എന്ത് ചെയ്യണം ഡെബിറ്റ് ചെയ്യണം ഇത് +1 പഠിച്ച റൂളാണ് പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ സോ നമ്മൾ എന്ത് ചെയ്തു രോഹിത്തിൻ്റെ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്തു റിയലൈസേഷനെ ക്രെഡിറ്റ് ചെയ്തു ഓക്കെ നെക്സ്റ്റ് അടുത്തത് കിരൺ എ പാർട്ട്ണർ പെയ്ഡ് റിയലൈസേഷൻ എക്സ്പെൻസസ് എമൗണ്ടിങ് ₹1500 ഓൺ ബിഹാഫ് ഓഫ് ദ ഫേം ഞാൻ പറഞ്ഞു റിയലൈസേഷൻ എക്സ്പെൻസ് ആര് കൊടുത്തു കിരൺ കൊടുത്തു അങ്ങനെയാണെങ്കിൽ നമ്മളിനി കിരണ് അതായത് നമ്മളാണ് ബിസിനസ് എങ്കിൽ നമ്മളിനി കിരൺ എന്ത് കൊടുക്കണം എന്ത് കൊടുക്കണം ക്യാഷ് കൊടുക്കണം പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ അപ്പോൾ എന്തെങ്കിലും ജേണൽ എൻട്രി ഉണ്ടാവുമെന്ന് അറിയോ ഇവിടെ ഉണ്ടാവുന്ന ജേണൽ എൻട്രി എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഓക്കെ അല്ലേ റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു കിരൺ ആണ് എൻട്രി വരാം എന്തുകൊണ്ടാണ് കിരൺ എൻട്രി വന്നത് നോക്കിക്കേ ഞാൻ പറഞ്ഞു അസറ്റ് വാങ്ങുമ്പോൾ അസറ്റ് ഞാൻ ഒരു പാർട്ട്ണർ അസറ്റ് എടുത്തുകൊണ്ട് പോകുകയാണെങ്കിൽ ഓൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് കുറയും അപ്പോൾ ഓൻ്റെ ക്യാപിറ്റൽ എന്ത് ചെയ്യണം ഡെബിറ്റ് ചെയ്യണം എന്നാൽ നേരെ മറിച്ച് ഒരു പാർട്ട്ണർ ഒരു ലയബിലിറ്റി എടുക്കാമെന്ന് തീരുമാനിക്കാം ലയബിലിറ്റി കൊടുക്കാമെന്ന് പറയുകയാണെങ്കിൽ ഈ ലയബിലിറ്റിയുടെ പൈസ ഇനി ആര് കൊടുക്കണം ബിസിനസ് വേണം പാർട്ട്ണർക്ക് കൊടുക്കാൻ അല്ലേ സോ പാർട്ട്ണർക്ക് ബിസിനസ് ക്യാഷ് കൊടുക്കുമ്പോൾ അയാളെ ക്യാപിറ്റൽ ബാലൻസ് കൂടും സോ ക്രെഡിറ്റ് ചെയ്തു ലാസ്റ്റ് ആൻഡ് ഫൈനലി ലോസ് ഓൺ റിയലൈസേഷൻ ₹6300 ട്രാൻസ്ഫർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ ലോസ് ഓൺ റിയലൈസേഷൻ ലോസ് ആണ് പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ അപ്പോൾ റിയലൈസേഷൻ ലോസ് ഉണ്ടെങ്കിൽ അത് പാർട്ട്നേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ എന്താ സംഭവിക്കുക പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് കുറയും സോ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യണം ഓക്കെ അല്ലേ സോ ദ എൻട്രി വിൽ ബി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു റിയലൈസേഷൻ ഓക്കെ സെറ്റ് അല്ലേ ഇതാണ് എന്തെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ റിയലൈസേഷൻ്റെ സം ജേണൽ എൻട്രീസ് പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ സോ എല്ലാവർക്കും ഓക്കെ ആണ് എല്ലാവർക്കും സെറ്റാണ് എന്ന് വിചാരിക്കുന്നത് ഓക്കെ അല്ലേ സോ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോസുമായി വീണ്ടും കണ്ടുമുട്ടാം ഓൾവേസ് താങ്ക് യു സോ മച്ച്